ഓണം അരികിലെത്തി. സംസ്ഥാനത്ത് വിപണിയിൽ വിലക്കയറ്റം രൂക്ഷം. അടുക്കള ബജറ്റ് താളം തെറ്റുന്നു. അരിവിലയ്ക്കൊപ്പം പഞ്ചസാര, മല്ലി, മുളക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയുടെയും വില കുതിച്ചുയരുകയാണ്. സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ദിവസേന സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നത്. ഓണവിപണി സജീവമായതോടെ സാധനങ്ങളുടെ വിലയും ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചിരിക്കുന്നത്. തിരുവോണത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ പൊതുവിപണികളിൽ വൻ വിലക്കയറ്റം. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുതിച്ചതോടെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് പൂർണ്ണമായും താളം തെറ്റിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരൊറ്റ ആഴ്ചക്കിടെ അരിവിലയിൽ കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് വിലവർധനവ് ഉണ്ടായിരിക്കുന്നത്. പഞ്ചസാരയുടെ വിലയിലും സമാനമായ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച 43 രൂപയുണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് മൊത്തവിപണിയിൽ ഇപ്പോൾ 50 മുതൽ 54 രൂപ വരെയാണ് വില. ഗ്രാമീണ മേഖലയിലെ ചില്ലറ വിൽപ്പനശാലകളിൽ കിലോയ്ക്ക് 55 മുതൽ 58 രൂപ വരെ ഈടാക്കുന്നുണ്ട്. തേങ്ങക്ക് നല്ല വില കൂടിയിട്ടുണ്ട്. 60 രൂപ വിറ്റോണ്ട് തേങ്ങ ഇപ്പം 70 വിൽക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത ഒരു വിലയാണ് പഴത്തിന്. ചെറുപഴം, വലിയ പഴം. ചെറുപഴം നമുക്ക് കിട്ടുന്ന 84 രൂപയ്ക്കാണ്. 90 വിറ്റാൽ തന്നെ മുതൽ വരില്ല. പക്ഷേ 90 ആണ് വിൽക്കുന്നത്. ഏറ്റവും മാക്സിമം സാധാരണക്കാരന് മേടിക്കാൻ പറ്റാത്ത വിലയാണ് 90 രൂപ കിലോന്. ആ വിലക്കാണ് വിൽക്കുന്നത്. അതുപോലെ വലിയ പഴം 70 പിന്നെ 74 വിൽക്കുന്നത്. പക്ഷെ അത് ഏറ്റവും വില കൂടിയ വില മാർക്കറ്റാണ്. എന്താണെന്നറിയില്ല, ഓണത്തിന് പിന്നെ വരാൻ വേണ്ടിയിട്ടാണോ അറിയില്ല. ഇപ്പം പഴങ്ങളൊന്നും വരുന്നില്ല. ഏറ്റവും കൂടിയ വിലക്കാണ് പഴങ്ങളെല്ലാം വിൽക്കുന്നത്. പഞ്ചസാരയ്ക്കൊപ്പം ശർക്കര വിലയും ഉയർന്നു. മൊത്ത വിപണിയിൽ ശർക്കരയ്ക്ക് കിലോയ്ക്ക് 50 രൂപയ്ക്ക് മുകളിലാണ് നിരക്ക്. ധാന്യങ്ങൾക്കും പലവ്യഞ്ജന സാമഗ്രികൾക്കും വിപണിയിൽ വൻ വിലവർധനവാണ് അനുഭവപ്പെടുന്നത്. മൊത്ത വിപണിയിൽ സാധാരണ മുളകിന്റെ വില വർദ്ധിച്ചതിന് ശേഷം അല്പം കുറഞ്ഞ് 270 രൂപയിലെത്തിയിട്ടുണ്ട്. അതേസമയം വൻപയർ, കടല, ചെറുപയർ എന്നിവയ്ക്ക് വിപണിയിൽ കടുത്ത ക്ഷാമവും നേരിടുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ വെളിച്ചെണ്ണയ്ക്കും ലിറ്ററിന് 20 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. മഴ കനക്കുന്നതോടെ പച്ചക്കറി വിപണിയിലും വില കുതിച്ചുയരുകയാണ്. മഴക്കാലവും വിലക്കയറ്റവും ഒരുമിച്ച് വന്നതോടെ ദൈനംദിന ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്. ഓണം അടുത്തെത്തിയിട്ടും വിപണി പിടിച്ചു നിർത്താൻ അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സദ്യ ഒരുക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതി വരും. കമ്പോളത്തിൽ അടിയന്തരമായി ഇടപെട്ട് സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന തരത്തിലാണ് വിലയുടെ ഈ കയറ്റം. എന്തായാലും ഓണം എത്തുന്തോറും വിലയുടെ കയറ്റം സാധാരണ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.